വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്, പക്ഷേ കുറേ അധികം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയി നമ്മൾ പഠിക്കണു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമൊക്കെ പഠിച്ചപ്പോൾ അനുബന്ധ വസ്തുതകൾ ധാരാളം പഠിക്കാണ്ടായിരുന്നു. ഇപ്പൊ അനുബന്ധ വസ്തുതകൾ കുറവാണ്. കാരണം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് പലതും ഞാൻ പറയുന്നില്ല. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുമ്പ് പഠിച്ചിട്ടുള്ള തന്നെയാണ് വീണ്ടും ചോദിക്കണത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആദ്യത്തെ ചോദ്യം തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം ഏതാണ്? 2024 ഓസ്കർ നേടിയ ചിത്രം ഏതാണ്? 2024 ഓസ്കർ നേടിയ ചിത്രം ഓപ്പൺ ഹൈമർ ആണ്. ഏതാണ്? ഓപ്പൺ ഹൈമർ. അപ്പൊ 2024 ഓസ്കർ അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഓപ്പൺ ഹൈമർ ആണ് കേട്ടോ. അടുത്തത്, കഴിഞ്ഞ ദിവസം നമ്മള് പോലീസ് കോൺസ്റ്റബിളിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിച്ചത്. അപ്പൊ അതില് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ബാക്കിയുള്ള ചോദ്യങ്ങളും കൂടി ഇന്നത്തേലുണ്ട് കേട്ടോ. 2024 ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഓപ്പൺ ഹൈമർ ആണ്. അടുത്ത ചോദ്യം സമുദ്രത്തിലെ സൂക്ഷ്മജീവികളെ കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെ കുറിച്ചും പഠിക്കാനായിട്ട് സമുദ്രത്തിലെ എവിടത്തെയാണ്? സമുദ്രത്തിലെ സൂക്ഷ്മജീവികള്, സമുദ്രത്തിലെയും അതുപോലെ തന്നെ സമുദ്രം, അതുപോലെ തന്നെ അന്തരീക്ഷം. അപ്പൊ സമുദ്രത്തിലെ സൂക്ഷ്മജീവികളും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളും ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് 2024 ഫെബ്രുവരി മാസത്തില് എന്താണ്? ഫെബ്രുവരി 8 കൃത്യം പറയുകയാണെങ്കിൽ പേസ് എന്ന് പേരുള്ള ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു. എന്താണ്? പേസ് എന്ന് പേരുള്ള ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു. ആരാ വിക്ഷേപിച്ചത്? നാസയാണ്. എന്താണ് പേസ് എന്ന്? അതാണ് ചോദ്യം. ചോദ്യം ഇങ്ങനെ കൊടുത്തേക്കണേ: സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെ കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെ കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരുള്ള ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ എന്താണ്? നമുക്ക് പഠിക്കാം. പേസ് എന്നാൽ പ്ലാങ്ക്ടൺ. എന്താണ്? പ്ലാങ്ക്. പേസ് എന്നാൽ പ്ലാങ്ക്ടൺ, എയ്റോസോൾ. പ്ലാങ്ക്ടൺ, എയ്റോസോൾ. പ്ലാങ്ക്ടൺ, എയ്റോസോൾ. അടുത്തത് ക്ലൗഡ്. എന്താണ്? ക്ലൗഡ്. ലാസ്റ്റ് ഓഷ്യൻ ഇക്കോസിസ്റ്റം. ഓഷ്യൻ ഇക്കോസിസ്റ്റം. ക്ലിയർ ആയോ? ഇപ്പോ എന്താണ് പേസ് എന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പ്ലാങ്ക്ടൺ, എയ്റോസോൾ, ക്ലൗഡ്, സി ക്ലൗഡ്, ഈ ഓഷ്യൻ ഇക്കോസിസ്റ്റം. പ്ലാങ്ക്ടൺ, എയ്റോസോൾ, ക്ലൗഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം എന്നുള്ളതാണ് എന്ത്? പേസ് എന്ന് പറയുകയാണെങ്കിൽ. ഇനി പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-2024 യൂണിയൻ ഗവൺമെന്റിന്റെ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? ഫിസിക്കൽ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? 2023 പോലീസ് കോൺസ്റ്റബിളിന്റെ ചോദ്യമാണ്. 2023-24 നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്ര പെർസെന്റേജ് ആണ്? 5.8%. എത്രയാണ്? 5.8%. അപ്പൊ 2023-24 ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാ? 5.8 കേട്ടോ. ഇനി അടുത്തത് ഫിസിക്കൽ ഡെഫിസിറ്റ് 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? 5.8 പറയേണ്ടത്. ഇനി അടുത്തത് 5.8% എന്താ പറയുന്നത്? നമ്മള് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി പറയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5.6 നമ്മള് അപ്പോ ആ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് 5.8 ആയിരുന്നു. ഇപ്പോ 5.6 കേട്ടോ. അപ്പോ നമ്മൾ ലക്ഷ്യമിട്ട 5.8 മികച്ചാണ് അല്ലെ. 5.6 നിലവില്. 2023 കണക്ക്, 23-24 ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ കണക്കാണ് നമ്മൾ പറയണത്. അന്ന് 5.8 ആയിരുന്നു. ഇപ്പോ 5.6. ക്വസ്റ്റ്യൻ പേപ്പറിൽ 5.8 ആയിരുന്നു. അതിനെയായിരുന്നു അന്നത്തെ ശരി. പക്ഷെ ഇപ്പൊ 5.6 ഓർത്തു വെക്കാം. ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിൽ 2026 ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന ശൈത്യകാല ഒളിമ്പിക്സിന്റെ ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ചോദിച്ച ചോദ്യം. ആതിഥേയത്വം വഹിക്കുന്നത് ഇറ്റലിയാണ്. ഇറ്റലി. അപ്പോ ഇത് ചോദിച്ചപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതിന്റെ മുദ്രാവാക്യം കൂടി പഠിച്ചു മുന്നോട്ട് പോവാം. അതിന്റെ മുദ്രാവാക്യം എന്താണ്? ഡ്രീമിംഗ് ടുഗദർ എന്നാണ്. എന്താണ്? ഡ്രീമിംഗ് ടുഗദർ. ഇതാണ് അതിന്റെ എന്ത് പറഞ്ഞ
മുദ്രാവാക്യം ഡ്രീമിംഗ് ടുഗദർ എന്നാണ് മുദ്രാവാക്യം. 2024 ഓസ്കർ നേടിയ സിനിമ ഓപ്പൺ ഹൈമർ. സമുദ്രം, അന്തരീക്ഷം അല്ലെ, സമുദ്രത്തിലെ സൂക്ഷ്മജീവികളെ കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെ കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 നാസ വിക്ഷേപിച്ച ഉപഗ്രഹമായ പേസ് എന്താണ്? പ്ലാങ്ടൺ, എറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം. പ്ലാങ്ടൺ, എറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം. 2023-24 യൂണിയൻ ഗവൺമെന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് 5.8 ആണ്. പക്ഷെ പുതുക്കിയ നിരക്ക് പ്രകാരം ഇപ്പൊ എത്രയാണ്? 5.6 ആണ്. 2026 ഫെബ്രുവരി മാസത്തിൽ ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കണേ? അതിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? ഇറ്റലി. മുദ്രാവാക്യം എന്താണ്? ഡ്രീമിംഗ് ടുഗദർ എന്നതാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം എവിടെയാണ് നടന്നത്? എവിടെയാണ് COP28 നടന്നത്? ദുബായിലാണ്. നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഇത്തരം ചോദ്യം. ഈ ചോദ്യത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ സ്ഥലത്തും നടന്നത് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ പറയില്ല. COP28 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടന്നത് ദുബായിലാണ്. ഇനി കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ഏതാണ്? കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കാൻ എന്ത് ലഭിച്ചു? ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. അവരുടെ പേര് ഇതാണ്, ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലുമോൾ മാരിയറ്റ് തോമസ്. അപ്പൊ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ഇനി 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ആ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇന്ത്യ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ശ്രീലങ്കയാണ്. അത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2023 ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ്? ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയ ഇന്ത്യ? ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. ഇനി 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും ഗെയിംസിനെ കുറിച്ചും ഉച്ചകോടികളെ കുറിച്ചൊക്കെ ചോദിച്ചാണ് അല്ലെ. 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിലാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ചൈനയിലാണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയിലെ ഹാങ്ചോ എന്ന് പറയുന്ന സ്ഥലമാണ്. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഉത്തരം ഇതാണ്, ചൈനയിലെ ഹാങ്ചോ എന്ന് പറയുന്ന സ്ഥലം. 19ാമത്തെ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ചൈനയിലെ ഹാങ്ചോ ആണെന്ന്. ഇനി അടുത്ത ചോദ്യം എന്താ അറിയോ? അതായത് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? 2023. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. അപ്പൊ COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ്? ദുബായിലാണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ്? നമ്മുടെ ശ്രീലങ്കയാണ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്ന ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? എവിടെയാണ് നടന്നത്? ചൈനയിലാണ്. ഇനി അടുത്തത് മില്ലറ്റ് വർഷം ഏതാണ്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? 2023 ആണ്. അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ അറിയോ നിങ്ങൾക്ക്? ആ റിയാക്ടറിന്റെ പേര് ഇതാണ്, JT60SA ട്ടോ. ഇതാണ് ആ റിയാക്ടർ. ഈ റിയാക്ടർ ഉണ്ടല്ലോ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എവിടെ അറിയോ നിങ്ങൾക്ക്? ജപ്പാൻ. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയിട്ടുള്ള JT60SA ആണ്. എസ് ആണ് കേട്ടോ, ക്യാപിറ്റൽ എസ് ആണ്. SA എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? എവിടെയാണ്? ജപ്പാനിലാണ്. ഇനി സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ, സിയാച്ചിനില് ആദ്യമായിട്ട് ഒരു വനിതാ മെഡിക്കൽ ഓഫീസർ നിയമിതയായി. വനിതാ
മെഡിക്കൽ ഓഫീസർ. മെഡിക്കൽ ഓഫീസർ ആരാണവർ? ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ. ക്യാപ്റ്റൻ ഗീതിക ഗീതിക കൗൾ. ക്യാപ്റ്റൻ ഗീതിക കൗൾ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ് കേട്ടോ. സിയാച്ചിനില് ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. അടുത്ത ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം. ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം കൊൽക്കത്ത. ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊൽക്കത്തയ്ക്കാണ് ഏറ്റവും സുരക്ഷിതം ട്ടോ. അപ്പൊ നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഏറ്റവും സുരക്ഷിതം ആരാണ്? കൊൽക്കത്തയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക്. സ്പൈസസ് പാർക്ക് എവിടെയാണ് സ്പൈസസ് പാർക്ക് ആരംഭിച്ചത്? തുടങ്ങനാട്. തുടങ്ങനാട് എവിടെയാണ്? തുടങ്ങനാട്. ഇത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് തുടങ്ങനാട്. ഇത് കൂടാതെ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് പഠിച്ചിട്ടുണ്ട്, പുറ്റടി. അത് ഇടുക്കിയിലാന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ, ഇടുക്കി പഠിച്ചപ്പോ. ഇത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്കാണ്. അത് പുറ്റടിയിലാണ്, അല്ല സോറി, ഇടുക്കിയിൽ തന്നെയാണ്. അതും തുടങ്ങനാട്. അപ്പൊ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് തുടങ്ങനാട്, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് പുറ്റടി. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം കൊൽക്കത്ത. അല്ലെ? സിയാച്ചിനിൽ നിയമിതയായ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ. ലോകത്തിലെ പരീക്ഷണാർത്ഥം ന്യൂക്ലിയർ ഫ്യൂഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാനിലാണ്. അപ്പൊ എനിക്ക് ഇത്തിരി തൊണ്ടവേദനയും ബുദ്ധിമുട്ടുകളൊക്കെയാണ്, അതുകൊണ്ട് 15 ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. ഇത് ഒരു ദിവസം പോലും നിങ്ങൾക്ക് മുടക്കം വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുമല്ലോ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.